നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാൽപ്പാറയിൽ 9 പേരുടെ ജീവനെടുത്ത അപകടവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരാളെ കുറ്റപ്പെടുത്തിയിരുന്നു. അതായത് വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ പ്രായം കുറഞ്ഞ വ്യക്തിയാണ്, എക്സ്പീരിയൻസ് കുറവുള്ള വ്യക്തിയാണ് എന്നതടക്കമുള്ള ഒരു കുറ്റപ്പെടുത്തൽ ഡ്രൈവർക്ക് നേരെ ചിലയിടങ്ങളിൽ നിന്നെങ്കിലും ഉയർന്നിരുന്നു. എന്തായാലും അതിനെല്ലാം മാറ്റിമറിക്കുന്ന പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ വെള്ളിയാഴ്ച വൈകിട്ട് 5:15 വിനോദയാത്രയ്ക്ക് പോയ 13-അംഗ സംഘം അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ട്രാവലർ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർത്ത് 13-ാം വളവിൽ നിന്ന് 9-ാം വളവിലേക്ക് വീഴുകയായിരുന്നു. 9 പേരാണ് അപകടത്തിൽ മരിച്ചത്. മലപ്പുറം പാങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരിയും ഒരു കുട്ടിയുമാണ് മരിച്ചത്. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഇപ്പോൾ കുറച്ചുപേർ ചികിത്സയിലാണ്. ഈ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുറച്ചുപേർ ചികിത്സയിലാണ്. അവരുടെയൊക്കെ മൊഴിയെടുത്തപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വാഹനം ഓടിച്ചത് ടെമ്പോ ട്രാവലർ ഡ്രൈവർ അല്ല, സ്കൂൾ ബസ് ഡ്രൈവറാണ് വാഹനം ഓടിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ടെമ്പോ ട്രാവലിൻ്റെ ഡ്രൈവർക്കാണ് പ്രായം കുറവാണ്, എക്സ്പീരിയൻസ് കുറവാണ് എന്ന വിമർശനം ഉയർന്നത്. പക്ഷേ ടെമ്പോ ട്രാവലർ ഡ്രൈവർ അല്ല വാഹനം ഓടിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ ഈ വിനോദയാത്രയ്ക്കൊപ്പം സ്കൂൾ ബസ് ഡ്രൈവറും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. അവർ ഈ സ്കൂൾ നമുക്കറിയാവുന്ന പോലെ അധ്യാപകരാണ്, ആ സ്കൂളിൽ നിന്ന് ഒന്നിച്ച് യാത്ര പോയതാണ്. അപ്പോൾ ആ സ്കൂളിലെ ബസ് ഡ്രൈവറും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് വാഹനം ഓടിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. വാഹനാപകടത്തിൽ പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കി തമിഴ്നാട്, കേരള മോട്ടോർ വാഹന വകുപ്പുകൾ. അപകടത്തിൽപ്പെട്ട വാഹനം താഴേക്ക് പതിക്കുന്നതിനിടയിൽ പാറക്കെട്ടിൽ ഇടിച്ചു. വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണവരാണ് ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. വാഹനത്തിനുള്ളിൽ തന്നെ അകപ്പെട്ടവർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. താഴേക്ക് പതിച്ച വാഹനം പാറക്കെട്ടുകളിൽ ഇടിച്ച് തകർന്നതാണ് അപകടത്തിന്റെ വ്യാപ്തി, അല്ലെങ്കിൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഇത്രയധികം കൂടാൻ കാര്യമായത്. അതേസമയം അപകടത്തിൽ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്ന ആശ്വാസ വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട 3 പേർ ചികിത്സയിലായിരിക്കുന്നത്. ഇവരുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ടെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. ഈ അപകടത്തിൽ മരിച്ച സാജിദയുടെ മകൻ ഷഹദീൻ, വാൻ ഡ്രൈവർ മുഹമ്മദ് ഫായിസ്, പാങ് ഗവൺമെന്റ് LP സ്കൂളിലെ ബസ് ഡ്രൈവർ നൌഷാദ് എന്നിവരാണ് ചികിത്സയിലുള്ളത്. ഇവരുടെ ആരോഗ്യനിലയാണ് തൃപ്തികരമെന്ന്, അല്ലെങ്കിൽ ഭേദപ്പെട്ടു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഒരു സ്കൂളിലെ ഒരുപാട് അധ്യാപകർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഒരു സ്കൂൾ തന്നെ അനാഥമാകുന്ന സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. മലപ്പുറം പാങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അധ്യയനം മുടങ്ങില്ലെന്ന് V ശിവൻകുട്ടിയുടെ ഉറപ്പ്. ആവശ്യമായ അധ്യാപകരെ അടിയന്തരമായി താൽക്കാലികമായി നിയമിക്കും. ഇതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ മലപ്പുറം DEO സുനിതയെയും പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ സന്തോഷിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാലയത്തിലെ കുട്ടികൾക്കായി കൗൺസിലിംഗ് സംവിധാനം ഏർപ്പെടുത്തും. ആരോഗ്യ വകുപ്പുമായി ചേർന്ന് വനിതാ ശിശുക്ഷേമ വകുപ്പ് ജില്ലാ ഓഫീസർ ഗോപകുമാറിന്റെ മേൽനോട്ടത്തിൽ സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മുമ്പ് കൗൺസിലിംഗ് പ്രവർത്തനം തുടങ്ങുമെന്നും മന്ത്രി വ്യക്തമാക്കി. വേനൽ അവധി കാലമാണെങ്കിലും സ്കൂളിന്റെ പ്രവർത്തനം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി പ്രധാന അധ്യാപകൻ മുഹമ്മദ് കുട്ടിക്ക് GLPSന്റെ താൽക്കാലിക ചുമതല കൂടി നൽകിയെന്നും മന്ത്രി അറിയിച്ചു. GLPS പാങ്ങിലെ ഹെഡ്മിസ്ട്രസ് അജിത, അധ്യാപകരായ മജീദ്, ആശ, റംല, സുഹറ, പാചകത്തൊഴിലാളി സാജിദ, GUPS പാങ്ങിലെ അധ്യാപികയായ ഷക്കീല, മജീദിന്റെ ഭാര്യ റുഗിയ, സുഹറയുടെ മകൻ ഹിഷാം എന്നിവരാണ് അപകടത്തിൽ മരണപ്പെട്ടത്. അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നിയമപ്രകാരമുള്ള എല്ലാ സഹായങ്ങളും സർക്കാർ ഉറപ്പാക്കുമെന്നും മന്ത്രി V ശിവൻകുട്ടി ഉറപ്പ് നൽകി. അധ്യാപകരടക്കം 9 പേരാണ് അപകടത്തിൽ മരിച്ചത്. അതീവ ദുഃഖകരമാണ്, ദാരുണമാണ് സംഭവമെന്നും മന്ത്രി V ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. അധ്യയന നിലവാരത്തിലും കുട്ടികളുടെ എണ്ണത്തിലും ഏറെ പിന്നാക്കം നിന്നിരുന്ന പാങ് സ്കൂളിനെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൽ മരിച്ച അധ്യാപകർ വഹിച്ച പങ്ക് ഏറെ വലുതാണെന്ന് മന്ത്രി അനുസ്മരിച്ചു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ നിയമപരമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും മന്ത്രി ഉറപ്പ് നൽകി. അവധിക്കാലത്ത് അധ്യാപകർ ഒന്നിച്ചുള്ള വിനോദയാത്രയാണ് ദുരന്തത്തിൽ കലാശിച്ചത്. വളവിൽ തെന്നിമാറി നിയന്ത്രണം വിട്ട വാൻ സംരക്ഷണ ഭിത്തി തകർത്ത് 300 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. KL 11 AM
72888 വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ സന്ദർശനത്തിന് ശേഷമാണ് സംഘം വാൽപ്പാറയിലെത്തിയത്. യാത്രക്കിടെ അധ്യാപകർ എടുത്ത ചിത്രങ്ങൾ സ്കൂൾ ഗ്രൂപ്പുകളിൽ ഇട്ടിരുന്നു. ഈ ചിത്രങ്ങൾ ഏവരെ ഇപ്പോൾ നൊമ്പരപ്പെടുത്തുകയാണ്. ചിത്രങ്ങളും അതുപോലെ തന്നെ മറ്റ് വീഡിയോകളും ഒക്കെ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. വളരെ ആഘോഷത്തോടെ പോയ ഒരു വിനോദയാത്രയായിരുന്നു. അത് വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചിരിക്കുകയാണ്. ഒരു നാട് ഒന്നടങ്കം തേങ്ങുന്ന കാഴ്ചയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയായിരുന്നു. പരിക്കേറ്റവരെ കോയമ്പത്തൂരിലേക്ക് മാറ്റി. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെയാണ് പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ നിന്ന് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. മരണപ്പെട്ടവരുടെ മൃതദേഹം പൊള്ളാച്ചി ആശുപത്രിയിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് അയക്കുകയായിരുന്നു. അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. വിനോദസഞ്ചാരികളെത്തിയ മിനി വാൻ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. പ്രകൃതി ഭംഗി കൊണ്ട് എത്രമേൽ ആകർഷകമാണോ അത്രമേൽ അപകടം പതിയിരിക്കുന്ന ഒരു പാതയാണത്. കളിചിരികളുടെ മലപ്പുറം പാങ്ങ്-പള്ളിപ്പുറം എൽ.പി. സ്കൂളിൽ നിന്ന് പുറപ്പെട്ട വിനോദയാത്ര ഇത്രമേൽ വലിയൊരു ദുരന്തമാകുമെന്ന് ആരും കരുതിയതില്ല. യാത്രയുടെ തുടക്കത്തിൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗത്ത് നിന്നും അവർ പകർത്തിയ ചിത്രങ്ങൾ സങ്കടകരമായ ഓർമ്മകളായി മാറിയിരിക്കുകയാണ്. കാടിന്റെ മനോഹാരിതയും വാൽപ്പാറയിലെ 40 ഹെയർപിൻ വളവുകളും കടന്ന് പൊള്ളാച്ചി വഴി നാട്ടിലേക്ക് മടങ്ങാനായിരുന്നു പദ്ധതി. പക്ഷേ വിധി അവർക്കായി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. കൊടും വളവിൽ നിയന്ത്രണം വിട്ട വാഹനം അഗാധമായ താഴ്ചയിലേക്ക് പതിച്ചതോടെ ആ നാടിന്റെ പ്രതീക്ഷകളാണ് തകർന്നു വീണത്. അപകടം നടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് പ്രധാന അധ്യാപക അയച്ച സന്ദേശവും നോവായി മാറി. വൈകുന്നേരം 3:56 സ്കൂളിലെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രധാന അധ്യാപിക അജിത ടീച്ചർ തന്റെ ഒരു ചിത്രം പങ്കുവച്ചിരുന്നു. യാത്രക്കിടെ ബസ്സിൽ നിന്ന് പകർത്തിയ ചിത്രം ഗ്രൂപ്പിലെത്തുമ്പോൾ സഹപ്രവർത്തകർ ആരും കരുതിയിരുന്നില്ല അത് ടീച്ചറുടെ അവസാന സന്ദേശമായിരിക്കുമെന്ന്. ഈ ചിത്രവും പങ്കുവച്ച് നിമിഷങ്ങൾക്കകമാണ് നാടിനെ നടുക്കിയ അപകടം ഉണ്ടായിരിക്കുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 4:56 പാങ്ങിൽ നിന്ന് 14-അംഗ സംഘം യാത്ര തിരിച്ചത്. അതിരപ്പള്ളി സന്ദർശിച്ച ശേഷം മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. എന്തായാലും വളരെയധികം ദുഃഖത്തിലാണ് എല്ലാവരും ആയിരിക്കുന്നത്. സ്കൂളിലെ എല്ലാ വിനോദയാത്രകളും സജീവമായി പങ്കെടുക്കാറുള്ള അസ്നത്ത് എന്ന ടീച്ചർ ഇത്തവണ യാത്രയിൽ നിന്ന് വിട്ടുനിന്നത് ഹജ്ജിന് പോകാനുള്ള തയ്യാറെടുപ്പായതിനാലാണ്. അവരൊക്കെ പ്രതികരിക്കുന്നുണ്ട്. വളരെ വേദനയോടെ കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായി. നാടിന്റെ പ്രിയപ്പെട്ട അധ്യാപകരുടെ വിയോഗ വാർത്ത പാങ് ഗ്രാമത്തെ ഒന്നടങ്കം കടയിലാഴ്ത്തിയിരിക്കുകയാണ്. ഈ ഒരു വലിയ ദുരന്ത വാർത്തയിൽ നിന്നും മുക്തമാകാൻ ആ ഗ്രാമത്തിന് ഇനിയും സമയം വേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പരിക്കേറ്റവർ ഇപ്പോൾ ഏറ്റവും ആശ്വാസകരം ഈ പരിക്കേറ്റവരുടെ നില ഭേദമായിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ്. അത് വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം പ്രമുഖരൊക്കെ അനുശോചനം അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരൊക്കെ അനുശോചനം അറിയിച്ചിരുന്നു. അപകടത്തിൽപ്പെട്ടവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സാ സഹായം നൽകും, മരിച്ചവർക്ക് വേണ്ട സഹായം നൽകുമെന്ന ഉറപ്പൊക്കെ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.